ഇവിടെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴൊക്കെ ഞാൻ കളക്ട് ചെയ്ത് തുടരുകയാണ്. വർഷങ്ങൾ ഇങ്ങനെ താണ്ടിപ്പോയി. അത് കഴിഞ്ഞ് കളക്ട് ചെയ്ത് അവിടെ നിന്ന് മോചനം പണ്ടൊക്കെ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നതും നല്ലപോലെ ട്രാപ്പ് ചെയ്യാൻ കഴിയുള്ള ആൾക്കാർക്കും കളക്ട് ചെയ്യുന്ന മോചനം കിട്ടും. വലിയ നമ്മൾ മാറ്റം ചോദിച്ചാലും കൊടുക്കത്തില്ല. കാര്യം ഇവര് ഇവിടെ ഇന്നവിറ്റബിൾ പാർട്ടാണെന്നുള്ള രീതിക്കാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പിന്നെ UDC ആയി, UDC പ്രൊമോഷനായി. അന്ന് UD ക്ലാർക്ക് കഴിഞ്ഞിട്ടാണ് റവന്യൂ ഇൻസ്പെക്ടർ. അന്ന് UDയുടെ കേഡറാണ് വില്ലേജ് ഓഫീസർ. അന്ന് വില്ലേജ് ഓഫീസർ. അപ്പൊ UDയുടെ പേരിലാണ് റവന്യൂ ഇൻസ്പെക്ടർ. അങ്ങനെ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ആള് ചെയ്തു. അതെ, ഒരാളൂടെ വന്നിട്ടുണ്ടേ. പിന്നെ UDC പ്രൊമോഷൻ, റവന്യൂ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് ഔട്ടായി. അപ്പൊ അതിനു മുമ്പായിട്ട് വീണ്ടും പ്രാരംഭമായിട്ട് അതിനു മുമ്പ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റമായി. എവിടെയെന്നറിയാമോ? സർവേ ഓഫീസിൽ ചെയിൻ സർവേയും റീസർവേയും പാസ്സാകും. അങ്ങനെ ചെയിൻ സർവേയും റീസർവേയും പാസ്സായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേരെ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ലാൻഡ് ഭൂപരിഷ്കരണം, പിന്നെ കുടിയടപ്പ്, പട്ടയം, പിന്നെ പാട്ടക്കേസുകൾ, ഇങ്ങനെയുള്ള കേസ്. അത് എനിക്ക് കുറെ 3 വർഷം അതിനു വേണ്ടി ഒരു സർവീസ് കിട്ടി. അത് കഴിഞ്ഞപ്പം വീണ്ടും അവിടെ നിന്ന് മാറ്റമായി. ബ്ലോക്കിലേക്ക് എന്നെ മാറ്റി. ആര്യാട് ബ്ലോക്കിൽ ഹെഡ്ക്ലാർക്കായിട്ട്. അങ്ങനെ ഹെഡ്ക്ലാർക്കായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്ത് അന്നേരമാണ് മോനാമ്പിയെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ചാണ് മോനാമ്പിയെ പരിചയപ്പെടുന്നത്. മോനാമ്പിയെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഈ പിന്നെ നമ്മുടെ കളപ്പരയ്ക്കുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു അതിൻ്റെ അന്നത്തെ അവിടെ ജൂനിയർ എഞ്ചിനീയർ ഉണ്ടല്ലോ പുള്ളി. അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ ആദ്യം പിന്നെ ബ്ലോക്കിൽ ക്ലാർക്കായിട്ടിരുന്ന അവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് പ്രൊമോഷനായത്. അപ്പോൾ വീണ്ടും അവിടുന്ന് മാറ്റമായി. വീണ്ടും വന്ന എങ്ങോട്ടാണ്? കളക്ടറേറ്റോട്ട് തന്നെ. പുറത്തോട്ട് കിട്ടില്ല. എന്നിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് താലൂക്കിലോട്ട് കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് താലൂക്ക് ഓഫീസ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും കാലം സർവീസ് ചെയ്തെങ്കിലും താലൂക്ക് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ല. താലൂക്ക് ഓഫീസിൽ ഇൻസ്പെക്ഷന് പോയിട്ടുണ്ട്. ബ്ലോക്കിലൊക്കെ ഈ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ ബ്ലോക്കിലും ഞങ്ങൾ ഇൻസ്പെക്ഷന് പോയിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ ടീമായിരുന്നു. കാര്യം ഫിനാൻസ് വിങ്ങിലായിരുന്നു ഞാനായിരുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ ടീമിനകത്ത് ഒരാൾ ഞാനാണ് കൂട്ടത്തിലുള്ളത്. സർവീസ് ബുക്ക് നോക്കുന്ന ആൾ ഞാനായിരിക്കും എവിടെ പോയി കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനെ ഉള്ള ആ ടീമിനകത്തൊക്കെ വർക്ക് ചെയ്ത് പിന്നീട് ലാസ്റ്റ് കളക്ടറേറ്റിൽ തന്നെ ഈ എല്ലായിടത്തും പറയുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ കല്യാണെന്ന് പറഞ്ഞിട്ട് അത് ലാൻഡ് അക്വസിഷൻ റഫറൻസ് കേസുകൾ ഹൈക്കോടതിയായിട്ട് ബന്ധമുള്ള ഹൈക്കോടതിക്ക് നമുക്ക് കേസ് വരുമല്ലോ. കേസ് വരുമ്പോഴത്തേക്ക് ഹൈക്കോടതി കളക്ടറെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മളിവിടുന്ന് അതിൻ്റെ സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ ആ സെക്ഷനിൽ സെക്ഷൻ എന്ന് അതിന് പറയുന്നത് സൂട്ട് സെക്ഷൻ എന്ന് പറയും. ആ സെക്ഷനിലോട്ട് സൂപ്രണ്ടായിട്ട് കിട്ടും. വീണ്ടും അങ്ങനെ ഇരുന്ന് സൂപ്രണ്ടായിട്ടിരുന്ന് കളക്ടറേറ്റിൽ പിന്നെ എപ്പോഴും എറണാകുളത്ത് ഹൈക്കോടതി പോകല ജോലി. സ്റ്റേറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്ന് അവിടുത്തെ ഇത് പ്ലീഡറുണ്ടല്ലോ, പ്ലീഡർക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കൊടുത്ത് അങ്ങനെ അത് അപ്രൂവ് ചെയ്ത് റെഡിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടുന്ന് പോരാനൊക്കെ തുടങ്ങി. അതുവരെ അങ്ങനെയുടെ മുമ്പിലിരിക്കണം. ഇത് ഡെപ്യൂട്ടി കളക്ടർ എന്ന് വെച്ചാൽ അങ്ങനെയുടെ മുമ്പിലിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ ചീഫ്. ഈ പ്ലീഡർ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം മറുപടി പറയണം. മറുപടി പറഞ്ഞ് അതൊക്കെ അയാൾ നോട്ട് ചെയ്ത് അങ്ങനെയുള്ള കുറേ കാലം ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇരുന്ന് അവസാനം സമാപ്ത ഹോത്തായ ഒരു സുപ്രഭാതത്തിൽ ജനിച്ചു. 33 വർഷം സർവീസ്. ടോട്ടൽ സർവീസ് അത് കിട്ടി. 33 വർഷം സർവീസും കിട്ടി. പിന്നെ എങ്കിലും 30 വർഷം സർവീസ് പെൻഷൻ എടുക്കത്തുള്ളൂ. 33 വർഷം ഗ്രാറ്റുവിറ്റിക്ക് കിട്ടും. ഗ്രാറ്റുവിറ്റി ഇത് കിട്ടും 33 വർഷം. അങ്ങനെ
സാറിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയ ഏത് വർക്കാണ്? ഏറ്റവും വിഷം തോന്നിയ വല്ല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടോ? വിഷമം തോന്നിയ സന്ദർഭങ്ങൾ എനിക്ക് ഈ കാര്യം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം തന്നെയായിരുന്നു സത്യം പറഞ്ഞ സർവീസിലെ ആദ്യ കാലം. കാര്യം 40-120 എന്ന് പറയുന്ന സ്കെയില് തന്നെ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 40-120 ശമ്പള സ്കെയിലാണ് കയറുന്നത് എന്ന് പറയാൻ തന്നെ ആ ശമ്പള സ്കെയിലിൽ ഇത് വേണം. അടിസ്ഥാന ശമ്പളം 40, തുടർന്നുള്ള അലവൻസുകളുമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നോക്കി അങ്ങനെ ഒരു ഓഡിറ്റ് ഒരു തെറ്റായിട്ടുള്ളൊരു ഫിക്സേഷൻ വന്നെങ്കിൽ അത് ബോർഡ് ഓഫ് റവന്യൂവിൽ നിന്ന് വന്ന ടീം കണ്ടുപിടിച്ച് പറഞ്ഞ് അത് ആ ഫിക്സേഷൻ തെറ്റാണ്, ഇത്രയും കാശ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് ശമ്പളത്തിൽ, അതുകൊണ്ട് അത് റീപേ ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കൂൺമേൽ കുരു എന്ന് പറഞ്ഞ കണക്കുള്ളൊരു ആഘാതമായിരുന്നു അന്ന്. അതങ്ങനെ